നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം റെയിൽവേയുടെ അണ്ടറിൽ കുറേ അധികം എക്സാമുകൾ നടക്കുന്നുണ്ട് അല്ലേ. NTPC, ഗ്രൂപ്പ് ഡി, ALP, RPF, SIN കോൺസ്റ്റബിൾ, അങ്ങനെ കുറേ അധികം എക്സാമുകൾ റെയിൽവേയുടെ അണ്ടറിൽ നടക്കുന്നുണ്ടെന്നും ഇനി മുതൽ എല്ലാ വർഷവും ഈ എക്സാമുകൾ വിളിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. എന്നാൽ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് വലിയൊരു ധാരണയില്ല അല്ലെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എല്ലാ പോസ്റ്റുകളിലുള്ള ആൾക്കാരെയും കാണാറുണ്ട്. വെള്ള കോട്ടും വെള്ള യൂണിഫോം ഇട്ട സ്റ്റേഷൻ മാസ്റ്ററെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ TT, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് കളക്ടറെ കാണാറുണ്ട്. RPF, SIN കോൺസ്റ്റബിൾ, നമ്മുടെ പോലീസ് യൂണിഫോം പോലെയുള്ള യൂണിഫോം ഇട്ടിട്ടുള്ള ആൾക്കാരെ കാണാറുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഡ്യൂട്ടി കാണുമ്പോൾ നമുക്ക് ഈ ജോലിയിലേക്കൊക്കെ എത്തിപ്പെടണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ. എന്നാൽ ഇവരുടെയൊക്കെ ജോബ് നേച്ചർ എന്താണ് നമുക്ക്, കാരണം നമ്മളൊരു എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു പോസ്റ്റ് എയിം ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ. അതിനുവേണ്ടി ഓരോ ജോബ് നേച്ചേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഈ ഒരു വർഷം നടക്കാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാമുകളിലേക്കും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായി സൈലം റെയിൽവേസ് ഒരുക്കുന്നു RRB റെഗുലർ ബാച്ച്. അതായത് നമുക്കറിയാം 10ാം ക്ലാസ്, +2, ഡിഗ്രി, അങ്ങനെയുള്ള ഏതുമാകട്ടെ, ഡിപ്ലോമ, ITI, ഇങ്ങനെയുള്ള ഏതുമാകട്ടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ റെയിൽവേയിൽ അവൈലബിൾ ആണ്. റെയിൽവേയിൽ ഒരു മികച്ച ജോലി സ്വന്തമാക്കാൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിലും പ്രശ്നമില്ല അല്ലെ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസൃതമായിട്ടുള്ള ജോലികൾ നമ്മുടെ റെയിൽവേയിൽ അവൈലബിൾ ആണ്. സോ ഈ അടുത്ത വർഷം വരാൻ പോകുന്ന റെയിൽവേ എക്സാമുകൾക്കായി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായി സൈലം റെയിൽവേസ് ഒരുക്കുന്നു RRB റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ ഓഗസ്റ്റ് 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഈ എല്ലാ റെയിൽവേ എക്സാംസിന് വരുന്ന എല്ലാ സബ്ജക്റ്റുകളിലും വളരെ മികച്ച സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ബാച്ചുകളിൽ അവൈലബിൾ ആയിരിക്കുക. കാരണം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറെ വാരി വലിച്ച് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് എക്സാം ഫോക്കസ്ഡ് ആയി സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുന്നതിന് കൃത്യമായ ഒരു മെന്റർഷിപ്പ് നമുക്ക് ആവശ്യമാണ് അല്ലെ. കാരണം ഇനി വരാൻ പോകുന്ന ഒരു വർഷം കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റെയിൽവേ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാധ്യമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ജോലിയും ജോബ് നേച്ചറും എന്താണെന്ന് നോക്കാം. നമുക്കറിയാം റെയിൽവേ സർവീസിന്റെ അണ്ടറിൽ ഗസറ്റഡ് പോസ്റ്റുകളും ഉണ്ട്, നോൺ ഗസറ്റഡ് പോസ്റ്റുകളും ഉണ്ട്. ഗസറ്റഡ് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് A പോസ്റ്റുകളും ഗ്രൂപ്പ് B പോസ്റ്റുകളുമാണ് വരിക. നോൺ ഗസറ്റഡിന്റെ അണ്ടറിലാണ് ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D പോസ്റ്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D പോസ്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും എക്സാം എഴുതി നമ്മുടെ റെയിൽവേന്റെ അണ്ടറിൽ വരുന്ന എക്സാമുകൾ എഴുതി നമുക്ക് റെയിൽവേ ജോലിയിൽ കയറാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് ആണ് RRB ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് എല്ലാവർക്കും വിമാനം ഓടിക്കുന്നത് പൈലറ്റ് ആണെന്ന് അറിയുമെങ്കിലും ട്രെയിൻ ഓടിക്കുന്നത് ആരാണ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. സോ ട്രെയിൻ ഓടിക്കുന്ന ആളാണ് ശരിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ് നമുക്ക് എക്സാം എഴുതി ഡയറക്റ്റ് ആയിട്ട് കയറാനായിട്ട് സാധിക്കുക. അതായത് സീനിയർ ലോക്കോ പൈലറ്റ് ഉണ്ടായിരിക്കും, അവരുടെ അണ്ടറിലുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധ വേണ്ടതും സൂക്ഷ്മതയോടെ ജോലി ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെ. കാരണം എന്താ, ട്രെയിൻ ഓടിക്കുന്ന ആളാണ്, എത്രയോ ആൾക്കാരുടെ ജീവനും കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെ. സോ അത്രയും നന്നായി കൃത്യതയോടെ ചെയ്യേണ്ട പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ദ ALP സപ്പോർട്ട് ദി ലോക്കോ പൈലറ്റ് ഇൻ ദി ഡ്രൈവിംഗ് ദ ട്രെയിൻ. അതായത് നമുക്ക് ട്രെയിൻ ഓടിക്കുന്ന സമയത്ത് 2 പേരാണ് ഉണ്ടായിരിക്കുക. ലോക്കോ പൈലറ്റും ഉണ്ടാവും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ലോക്കോ പൈലറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ എഞ്ചിൻ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, അതായത് ബ്രേക്കിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, ഫ്യൂവലിന്റെ യൂസേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. മൈനർ റിപ്പയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജേർണിയുടെ ഇടയിൽ വല്ല ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നാൽ അത് മാനേജ് ചെയ്യുക. കൂടാതെ തന്നെ സിഗ്നൽസ് ഒബ്സർവ് ചെയ്യുക, സിഗ്നൽ കാണിക്കുന്നതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ലോക്കോ പൈലറ്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ട്രെയിനിനെ പ്രിപ്പയർ ചെയ്യുക, അതായത് എക്യുപ്മെന്റ്സും അതൊക്കെ ശരിയല്ലേ എന്ന് നോക്കുക. പിന്നെ റൂട്ട് നോളജ് ഉണ്ടായിരിക്കുക, അതായത് ലൈക്ക് സിഗ്നൽസ്, ഗ്രേഡിയൻസ്, കർവ്സ്, സ്റ്റേഷൻസ്, ക്രോസിങ്സ്, അങ്ങനെയുള്ള റൂട്ടിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ലോക്കോ പൈലറ്റ്സ്, ഗാർഡ്സ്, കൺട്രോൾ റൂം ഇവരൊക്കെയുമായിട്ടുള്ള സ്മൂത്ത്
സ്മൂത്ത് കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ പിന്നെ എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ഇതൊക്കെയാണ് മേജറായിട്ടും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ALPയുടെ ജോബ് നേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കും ALPന്റെ സാലറി എത്രയാണെന്നുള്ളത് അല്ലെ. 19,900 രൂപയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സാലറി വരുന്നത്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയി കയറിയാൽ പിന്നീടാണ് നമുക്ക് സീനിയർ ലോക്കോ പൈലറ്റ് ആവുന്നതും ഒക്കെ പിന്നീട് വരുന്ന പ്രൊമോഷൻസിലാണ്. കാരണം നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണല്ലേ. സോ അത്രയും നമ്മൾ പ്രാക്ടീസ് ആവുമ്പോൾ മാത്രം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ജോലിയിൽ എന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി 19,900 എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. കാരണം HRA, DA അതുകൂടാതെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും ഉള്ള ഒരു എക്സ്ട്രാ അലവൻസ് ആണ് കിലോമീറ്റർ അലവൻസ് എന്ന് പറയുന്നത്. നമ്മൾ 1 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നതിന് 4 രൂപ എന്ത് വരും, എക്സ്ട്രാ പൈസ വരും. കൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ്, ഓവർ ടൈം എക്സ്ട്രാ ക്യാഷ് ലഭിക്കുന്നതാണ്. സോ നമ്മൾ ജോലി ചെയ്യാൻ റെഡി ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് പൈസ അല്ലെങ്കിൽ 1,00,000 മുകളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം കിലോമീറ്റർ അലവൻസും ഓവർ ടൈമും കൂട്ടി തന്നെ നമ്മുടെ ബേസിക് പേനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. സോ ഇനീഷ്യൽ പേ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് പേ മാത്രമാണ് 19,900 എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ജോബ് നേച്ചർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് NTPC അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്നത്. NTPCന്റെ അണ്ടറിൽ ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും എക്സാം നടക്കാറുണ്ട്. അപ്പോൾ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇതൊക്കെയാണ് ഗ്രാജുവേറ്റ് ലെവലിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ പേ നോക്കുകയാണെങ്കിൽ 35,400 ആണ്. എന്നിട്ട് രണ്ടെണ്ണത്തിന്റെ, അതായത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന്റെയും സ്റ്റേഷൻ മാസ്റ്ററിന്റെയും ബേസിക് പേ മാത്രം 35,400 രൂപ വരുന്നുണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിലും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇതിന്റെ മൂന്നിന്റെയും വരുന്നത് 29,200 രൂപയാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം ബേസിക് പേ ആണ്. ഇതിന്റെ കൂടെ TA, DA, HRA, ഓവർ ടൈം അങ്ങനെയുള്ള പല അലവൻസസുകളും ഇതിന്റെ കൂടെ ആഡ് ആവുന്നതാണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ള പോസ്റ്റുകളായിരിക്കും അല്ലെ. ഇനി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലും ഡെസ്ക് ജോലിയാണ്. അവർക്ക് അതായത് ആൾക്കാരുമായി, ജനറൽ പബ്ലിക്കുമായി ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്ന ജോലിയല്ല അത് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അതായത് ജനറൽ പബ്ലിക്കുമായി ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്ന ജോലിയാണ് ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ഇവരെല്ലാം തന്നെ പബ്ലിക്കുമായി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതാണ്. കാരണം ഇതെല്ലാം തന്നെ ഫീൽഡ് ജോലികളാണ്. പിന്നെ എന്താണ്, ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലും ഡെസ്ക് ജോലിയാണ്. ഇവർക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഡെസ്ക് ജോലിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ +2 ക്വാളിഫിക്കേഷനുള്ള ആസ്പിറന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, ഇത്രയുമാണ്. അതായത് കൂടുതലും ഡെസ്ക് ജോലികളാണ് ഇവിടെ വരുന്നത്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പക്ഷെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 ആണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് 21,700 ആണ് ബേസിക് പേ. അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 19,900 ആണ്. ജൂനിയർ ക്ലർക്കിനാണെങ്കിൽ 19,900, ട്രെയിൻ ക്ലർക്ക് ആണെങ്കിൽ 19,900 ആണ് ബേസിക് പേ വരുന്നത്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും TA, DA, HRA ഇതൊക്കെ ആഡ് ആവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NTPCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ജോലിയാണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അല്ലേ. അതായത് ടിക്കറ്റ് ചെക്കിംഗ് ആൻഡ് റവന്യൂ പ്രൊട്ടക്ഷൻ, അതായത്
നമുക്കറിയാം പ്ലാറ്റ്ഫോമിൽ ആൾക്കാരുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുക, അതായത് സൂപ്പർവൈസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ടിക്കറ്റ് ചെക്കിംഗ് ഓൺ ട്രെയിൻ ആൻഡ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം ട്രെയിനിലും ടിക്കറ്റ് ചെക്ക് ചെയ്യും, പ്ലാറ്റ്ഫോമിലും ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ടിക്കറ്റ്ലെസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ കണ്ടുപിടിക്കുക, പിന്നെ അവർക്ക് പെനാൽറ്റി കൊടുക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇപ്പൊ പാസഞ്ചേഴ്സ് നമുക്ക് എന്തെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നം വന്നാൽ നമ്മൾ ആരെടുത്താ പോയിട്ട് പറയുക, അയ്യോ എൻ്റെ അടുത്ത് എൻ്റെ ടിക്കറ്റിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ എൻ്റെ സീറ്റിന്റെ സ്ഥലത്ത് വേറൊരാൾ ഇരുന്നു, അവരെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ സീറ്റ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ജനറൽ ടിക്കറ്റ് ആണ്, ഇതൊന്ന് സീറ്റിങ്ങിലേക്ക് മാറ്റി തരാമോ, അല്ലെങ്കിൽ ഇതൊന്ന് റിസർവേഷൻ ആയിട്ട് മാറ്റി തരാമോ എന്നൊക്കെ നമ്മൾ ആരെടുത്താ ചോദിക്കുക, അല്ലെങ്കിൽ സീറ്റ് അവൈലബിൾ ആണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കാറ് ടിടിഇന്റെ അടുത്താണ് അല്ലെ. സോ ഹാൻഡിൽ പാസഞ്ചർ complaints related to ticketing, seat allotment and other commercial issues. കൂടാതെ തന്നെ ഓൺബോർഡിങ്, അതായത് ഓൺബോർഡിങ് ആൻഡ് ഡീബോർഡിങ് കുറച്ചും കൂടിയും സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യുക, ട്രാവൽ ഇൻഫോർമേഷൻസ് പാസഞ്ചേഴ്സിന് കൊടുക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ ടിടിഇന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ. കസ്റ്റമർ സർവീസ് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ സ്റ്റേഷൻ ആൻഡ് ട്രെയിൻ ഡ്യൂട്ടീസ് മേ ബി പോസ്റ്റഡ് ഓൺ സ്റ്റേഷൻ ആൻഡ് ട്രെയിൻ ഡ്യൂട്ടീസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നമ്മൾ ട്രെയിനിലായിരിക്കില്ല പോസ്റ്റിംഗ് ഉണ്ടാവുക. ഓൺബോർഡ് ട്രെയിൻസ് ഓർ അറ്റ് മേജർ റെയിൽവേ സ്റ്റേഷൻ മേ ബി പോസ്റ്റഡ് ഓൺ ബോർഡ് ട്രെയിൻസിൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ട്രെയിൻ ഡ്യൂട്ടീസ് ആണ് ലഭിക്കുന്നതെങ്കിൽ. കൂടാതെ മേജർ റെയിൽവേ സ്റ്റേഷൻസിലും ഉണ്ടായിരിക്കും. ഞാൻ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു പോയി അല്ലേ, സോറി, ഉണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, കോർഡിനേറ്റ് വിത്ത് സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് ഗാർഡ്. കാരണം ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്മൂത്ത് ഓപ്പറേഷൻ, ട്രെയിനിൻ്റെ സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടി നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററായിട്ടും ഗാർഡുകളുമായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്യണം. കൂടാതെ തന്നെ ട്രെയിൻ ഇൻസ്പെക്ട് ചെയ്യുക, ക്ലെൻലിനെസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. കൂടാതെ തന്നെ റിപ്പോർട്ടുകൾ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്, കൊമേഴ്ഷ്യൽ റിപ്പോർട്ട് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഡെയിലി ഏർണിങ്സ് എത്രയാണെന്നുള്ളത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ടിക്കറ്റ്ലെസ് ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, അവരുടെ ഫൈൻ എത്രയാണ് കളക്ട് ചെയ്തത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ സബ്മിറ്റ് റെഗുലർ റിപ്പോർട്ട് ടു കൊമേഴ്ഷ്യൽ ബ്രാഞ്ചുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എത്ര പൈസയാണോ നമുക്ക് ഒരു ദിവസത്തെ നമ്മുടെ റവന്യൂ ജനറേറ്റ് ആയത് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഒരു ദിവസത്തെ റവന്യൂ ഇൻ ദ സെൻസ് ടിക്കറ്റ് ബുക്കിംഗ് വഴി എത്രയാണ്, ടിക്കറ്റ് ചെക്കിംഗ് വഴി നമ്മൾ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് പിഴയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അതൊക്കെ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. റെയിൽവേ സ്റ്റേഷൻസിൽ, റണ്ണിങ് ട്രെയിൻസിൽ അല്ലെങ്കിൽ സോണൽ കൊമേഴ്ഷ്യൽ ഓഫീസുകളിലാണ് നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. റൊട്ടേഷണൽ ഷിഫ്റ്റ് ആയിരിക്കും, നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും ഈ ഒരു പോസ്റ്റിന്. യൂണിഫോം നമ്മൾ കാണുന്നതാണ് അല്ലേ, വൈറ്റും വന്ദേ ഭാരതിലാണെങ്കിൽ കോട്ടും ഉണ്ടായിരിക്കും. നമ്മൾ കാണുന്നതാണ്, വന്ദേ ഭാരതിൽ മാത്രമല്ല എല്ലാവരെയും കോട്ടുണ്ട് അല്ലേ, നമ്മൾ കാണുന്നതാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ഇവർക്ക് മാൻഡേറ്ററി ആണ്. ഇനി പ്രൊമോഷൻ ആൻഡ് കരിയർ പാത്ത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് വരുന്നത്. ട്രാവലിംഗ് ടിക്കറ്റ് അതായത് ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ആയിട്ടാണ് ഇവർ പ്രൊമോട്ട് ആവുന്നത്. പിന്നീട് ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ, പിന്നീട് അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജർ എന്ന് പറയുന്ന ഗ്രൂപ്പ് സി പോസ്റ്റിൽ നിന്നും ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടി ഉയരാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർ നമ്മൾ എപ്പോഴും കാണുന്ന പോസ്റ്റാണ്. എഗെയിൻ വെള്ളയും യൂണിഫോം ഇട്ട് ആ ഒരു സ്റ്റേഷന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എടുത്ത്, അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് സ്റ്റേഷന്റെ കംപ്ലീറ്റ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്റ്റേഷൻ മാസ്റ്റർ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലെ. അതായത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ സേഫ് ആൻഡ് എഫിഷ്യന്റ് ഫങ്ഷനിങ് ആണ് സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് കീ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ട്രെയിൻ ഓപ്പറേഷൻ ആൻഡ് മൂവ്മെന്റ്. അതായത് ഒരു ട്രെയിനിന്റെ അറൈവൽ, ഡിപ്പാർച്ചർ, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സിഗ്നൽ മെന്നിനെയും കൺട്രോൾ റൂമിനെയും ട്രെയിൻ ഷെഡ്യൂൾ ഇതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. പിന്നെ പ്രോപ്പർ സിഗ്നൽ പോയിന്റിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. സേഫ്റ്റി ആൻഡ് വിജിലൻസ്, അതായത് ട്രെയിൻ മൂവ്മെന്റ്സ് സേഫ്റ്റി പ്രോട്ടോകോൾ അനുസരിച്ചാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ സിഗ്നൽ ഫെയിലിയർ, ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുക. അല്ലെങ്കിൽ കാരണം അതൊക്കെ ഒരു എമർജൻസി ആണല്ലേ, പെട്ടെന്ന് സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നു, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. കൂടാതെ സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് കൊടുക്കുക.
ഇനി സ്റ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേഷന്റെ കംപ്ലീറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ബാക്കിയുള്ള പോർട്ടേഴ്സ്, പോയിന്റ്സ്മാൻ, ബുക്കിംഗ് ക്ലർക്ക് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ, പിന്നെ ട്രെയിൻ ലോക്സ്, ഡിലേ റിപ്പോർട്ട്, ഇൻസിഡന്റ് റിപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റേഷനിൽ നടന്നു പോകുന്നുണ്ട് എന്ന് നോക്കേണ്ടത് ആരാണ്? സ്റ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ കൂടിയും ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ആണ്. അതായത് ഒരു സ്റ്റേഷന്റെ കംപ്ലീറ്റ് ചാർജ് സ്റ്റേഷൻ മാസ്റ്റർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ലൈക്ക് ഹയർ ഒഫീഷ്യൽസിനെ റെക്കോർഡ്, അതായത് റിപ്പോർട്ട് ചെയ്യുക, ഡെയിലി ട്രെയിൻ റണ്ണിങ് ലോഗ്സ്, ഇൻസിഡന്റ് രജിസ്റ്റേഴ്സ്, പെർഫോമൻസ് റിപ്പോർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, പങ്ക്ച്വാലിറ്റി ആൻഡ് ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. ഇതൊരു ഷിഫ്റ്റ് ബേസ്ഡ് വർക്കാണ്. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും, വീക്കെൻഡ് ആൻഡ് ഹോളിഡേയ്സ്, പിന്നെ വർക്കിംഗ് ഇൻ ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യേണ്ടതാണ് വരിക. പിന്നെ നെക്സ്റ്റ് എന്താണ്? സ്റ്റേഷൻ സ്പെസിഫിക് ആയിരിക്കും ഡ്യൂട്ടി. അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡ്യൂട്ടീസും എല്ലാ സ്റ്റേഷനിലും ഉണ്ടായിരിക്കണം എന്നില്ല, അല്ലെ? കുഞ്ഞു സ്റ്റേഷനിലാണ് നമുക്ക് ചിലപ്പോൾ അതായത് നമ്മൾ പോസ്റ്റ് ആവുന്നതെങ്കിൽ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് വളരെ കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും ഡ്യൂട്ടീസ് വരില്ല. പിന്നെ എപ്പോഴും നമുക്ക് ജോലി ലഭിച്ച ഉടനെ നമ്മളെ കൊണ്ടുപോയി ഒരു തിരക്കുള്ള സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടുകയല്ലല്ലോ ചെയ്യുക. നമുക്ക് കൃത്യമായ ട്രെയിനിങ് തന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ജോലിയിലേക്ക് എത്തിക്കുക. കാരണം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള റെയിൽവേയിലെ പോസ്റ്റാണ്, അതിനനുസരിച്ച് തന്നെ നല്ല സാലറിയും ഉള്ള പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ, അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ, ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ എന്നിങ്ങനെയാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യത വരുന്നത്. ഇനി നമ്മുടെ പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത്. ഗുഡ്സ് ഗാർഡ് എന്നും ഇതിന് പേരുണ്ട്. അതായത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഈസ് ഇൻ ചാർജ് ഓഫ് ഫ്രൈറ്റ് ട്രെയിൻ മൂവ്മെന്റ്, അതായത് സേഫ്റ്റി, കോർഡിനേഷൻ ഓഫ് ലോക്കോ പൈലറ്റ് ആൻഡ് സ്റ്റാഫ്, ഇതൊക്കെയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി വരുന്നത്. സേഫ് മൂവ്മെന്റ്, അതായത് ബ്രേക്ക് പവർ, കപ്ലിംഗ്, റൂട്ട് ക്ലിയറൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഒരു റിപ്പോർട്ട് കീപ്പ് ചെയ്യുക, അതായത് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ്, വാഗൺ അതിൻ്റെ, പിന്നെ ട്രെയിൻ ജേർണി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡോക്യുമെന്റേഷനിൽ വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ലോക്കോ പൈലറ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, കൺട്രോൾ റൂം ഇതുമായിട്ടുള്ള കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ സേഫ്റ്റി ചെക്കിങ് ചെയ്യുക. പിന്നെ നമ്മൾ ലൈക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർ അല്ലേ, നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ സബ്മിറ്റ് റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റേഷൻ അറ്റ് ദി ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻസ്, റോളിംഗ് ഇൻ, ചെക്ക് ഔട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ കൂടാതെ ട്രെയിൻ ഒരു സ്ഥലത്ത് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റേഷൻസ് സബ്മിറ്റ് ചെയ്യുക. ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഗുഡ്സിന്റെ ആണെങ്കിലും ബാക്കിയുള്ള ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയും ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക. നൈറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കുന്ന പോസ്റ്റാണ്. പിന്നെ റിമോട്ട് പോസ്റ്റിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഗുഡ്സ് ഗാർഡ്, പാസഞ്ചർ ഗാർഡ്, എക്സ്പ്രസ് ഗാർഡ്, ചീഫ് ഗാർഡ്, അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റ് വരെ നമുക്ക് പ്രൊമോഷൻ ലഭിക്കാവുന്നതാണ് ഈ ഒരു ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ള, നമുക്ക് ഭയങ്കര നമ്മൾ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു ആസ്പിറന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആകാൻ ആഗ്രഹമുള്ള പോസ്റ്റ് ആയിരിക്കും RPF SI ആൻഡ് RPF കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ട്രെയിൻ റിലേറ്റഡ് ആയിട്ട്, അതായത് പാസഞ്ചേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും ആൾക്കാരെ, പാസഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് RPF SI ആൻഡ് RPF കോൺസ്റ്റബിൾ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് SI ആൻഡ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ RPF SI ആയിട്ടാണ് കയറുന്നതെങ്കിൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്, അതായത് നമുക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ, ASI, SI ആൻഡ് ഇൻസ്പെക്ടർ ആണ് നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെയിൻ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോസ്റ്റ്. ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റുകൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ അണ്ടറിൽ കുറേ അധികം ജോലി വരുന്നുണ്ട്. ടെക്നിക്കൽ കാറ്റഗറി ആൻഡ് നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ ഇത് കുറേ അധികം ജോബ്സ് വരുന്നുണ്ട് കേട്ടോ. ഗ്രൂപ്പ് ഡി പോസ്റ്റുകളുടെ അടിയിൽ 18,000 രൂപയാണ് ഇനീഷ്യൽ ബേസിക് പേ എന്ന് പറയുന്നത്. ഇത് ഓരോ ജോലിക്കനുസരിച്ച്, ഇതിൽ ക്ലറിക്കൽ പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ട്രാക്കിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന പോസ്റ്റ് ഉണ്ട്, സിഗ്നലിങ്ങിൽ ജോലിയുണ്ട്,
പിന്നെ എന്താണ് പറയുക, വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയുണ്ട്. അപ്പോൾ 10th ഒരു ITI ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ ഓരോ ജോബിനനുസരിച്ചും ഡിഫറെൻറ്റ് ജോബ് നേച്ചർ ആയിരിക്കും അതിനും വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ജോലി, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കുക, അത് എയിം ചെയ്ത് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ RRB റെഗുലർ ബാച്ച് ഉള്ളത്. ഈ വരുന്ന ഓഗസ്റ്റ് 11-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ ജോയിൻ ചെയ്യുക. റെയിൽവേയിൽ ഒരു മികച്ച കരിയർ ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നേടിയെടുക്കാൻ ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കാരണം 2026-ലാണ് പരീക്ഷ എന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് നീക്കും തോറും നമ്മുടെ റാങ്ക് പിന്നോട്ടാവുകയാണ് എന്ന കാര്യം നമ്മൾ ആലോചിക്കുക. കാരണം കൃത്യമായ പ്രിപ്പറേഷൻ ആൻഡ് റിവിഷൻ മാത്രമാണ് ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള കീ എന്ന് പറയുന്നത്. യാതൊരുവിധ ഷോർട്ട് കട്ടുകളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ ജോയിൻ ചെയ്യുക RRB റെഗുലർ ബാച്ച്, നമ്മുടെ RRB റെഗുലർ ബാച്ചിലേക്ക്. അപ്പോൾ എല്ലാവരെയും ബാച്ചിൽ കാണാം. സോ താങ്ക് യു.